ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അങ്ങ് എന്തോ ഒരു മുശ്ശിൽ പോലെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും കേട്ടോ, ഓഡിയോ ഓൺ ആക്കുമ്പോഴേ. അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് പാടുപെട്ട് 2-3 വർഷങ്ങൾ കൊണ്ട് പ്രിൻ്റ് എടുത്ത് നമ്മൾ ഒട്ടിച്ചേക്കുന്നുണ്ട്. ലേസർ പ്രിൻറ്റിങ് ചെയ്താണ് ഞാൻ ഈ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫോട്ടോ വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ഞാൻ ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഇതെല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാൻ ആളെ വിളിച്ചപ്പോഴത്തേക്ക് അവർ വന്ന് എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഈ ഒട്ടിച്ച് വെച്ചതും വരച്ച് വെച്ചതും ഒക്കെ ചെയ്തവർ തന്നെ അങ്ങ് തിരിച്ചെടുക്കണേന്ന് പറഞ്ഞു. ഈ ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കാം, ഈ വരച്ചതൊക്കെ ഞാനങ്ങനെ തിരിച്ച് മാറ്റുന്നത്, അതൊക്കെ പിന്നെ അവർ പുട്ടിയിട്ടും ഇളക്കിയൊക്കെ അവർ കഴുകിയൊക്കെ അതൊക്കെ മാറ്റിക്കോട്ടെ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ അവർ ഇളക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കീറിപ്പോവും. നമ്മൾ പാടുപെട്ട് കാശും കൊടുത്ത് ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാനിതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ആദ്യം തന്നെ ഇങ്ങനെ ഇളക്കി മാറ്റിയേ. അപ്പോൾ ഏട്ടൻ പറയുന്നത് എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ വെക്കുമ്പോഴേ ഏട്ടൻ എന്നോട് ചോദിക്കും എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത്, ഭിത്തി അഴുക്കാക്കാനല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ നമ്മുടെ ഓരോ മെമ്മറീസ് അല്ലേ. ഈ ഫോട്ടോസ് അല്ലാതെ ഒരു ആൽബമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സ്ഥലം. ഞാൻ ഈ ഫോട്ടോ എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാനതുകൊണ്ട് മാറ്റിയല്ല പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഒട്ടിക്കാനും എന്നെ സമ്മതിക്കത്തില്ല കേട്ടോ. നമ്മുടെ മേളിലത്തെ ഒരു റൂമിൽ ഞാനിതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാശിയുടെയും ഞങ്ങളുടെയും മാത്രമേ ഉള്ളൂ. അതിനകത്തിൽ ഒരു ഫോട്ടോയിൽ പോലും ശ്രീമോനില്ല. വീട് വെച്ച സമയത്തെ നമ്മളത് ചെയ്തതായിരുന്നേ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഈ ഫോട്ടോസ് എല്ലാം ഇളക്കി മാറ്റിയിട്ട് അതെല്ലാം അതിൻ്റെ ബാക്കിൽ പേപ്പർ വെച്ച്, ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചു. പശ വെച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതിലോട്ട് ഇതായിട്ട് ഇളകി കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഡൈനിങ് ടേബിൾ അന്ന് കൈയോടെ തന്നെ അങ്ങ് തുടച്ച് മാറ്റി. അത് കഴിഞ്ഞ് തൂത്ത് വരാനായിട്ട് വന്നതാണ്. അപ്പം പനി ആയതുകൊണ്ട് തന്നെ കുറഞ്ഞു, എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഒരുപാട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഞാനങ്ങ് വീണ് പോവും, പിന്നെ എനിക്ക് പൊങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് എല്ലാം കുറച്ച് ചെയ്താൽ മതി, നീ ഒന്ന് തല പൊങ്ങിയെന്നും പറഞ്ഞ് മൊത്തം അങ്ങ് ചെയ്ത് മലമറിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അവിടെ. ഏട്ടനും തീരെ വയ്യ, ഏട്ടന് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏട്ടന് ജോലിക്ക് പോയല്ല വരത്തുള്ളൂ. ഏട്ടൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ്. ശ്രീമോനും ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ തൂത്തെല്ലാം വാരി കഴിഞ്ഞ് അടുക്കളയിലെല്ലാം ഒതുങ്ങി പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുറച്ച് സമയം ടി വി ഒക്കെ കാണാം. അപ്പോൾ ഞാൻ ടി വി ഓണാക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആ ഫോട്ടോ ഇച്ചിരി പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് തുടച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബിഗ് ബോസ് കാണാൻ വന്നതാണ്, ലൈവ് കാണാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ ലൈവും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും.